അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ കോൾബിഞ്ചായിട്ട് സെറ്റ് ചെയ്യാൻ മക്കളെ നല്ല കിടിലും കിടക്കാച്ചി കിടിക്കൊസ്റ്റ് ഞണ്ട്. ആഹാ എന്റെ മക്കളെ നല്ല കടൽ ഞണ്ടാട്ടാ. ഇവന്റെ കാലിനൊക്കെ വലിപ്പം കുറവാണ്. ചിലവന്മാരുടെ കാല് നല്ല സൈസ് ഉണ്ട് കേട്ടാ, ചിലവന്മാരുടെ കാല് കൊള്ളാം. അപ്പൊ നമ്മക്ക് ഇവനങ്ങാണ്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്റെ മക്കളെല്ലാവരും പോരും നല്ല പൊളപ്പനായിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. എന്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചാ, എന്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് കേട്ടാ സന്തോഷം കേട്ടോ. അതിനേക്കാൾ വലിയ സന്തോഷം ഇല്ല മക്കളെ. മോശമില്ല മക്കളെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ട, ദിവന്റെ കാല് ചെറുതാണ്, നീട്ടമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട വൻപനാണ്, നല്ല നീട്ടമുണ്ട്, പക്ഷേ വലിപ്പം പോരാ. ദിവന്റെ മോശമില്ല, മാറിപ്പോട്ടെ, ഇവന്റെ വലിപ്പമില്ലാത്തത്. ഇവന്റെ കൈ കുറച്ച് വലിപ്പമുണ്ട് മക്കളെ, നല്ല. അപ്പൊ നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം മക്കളെ. 1 2 3 4 ഞണ്ടുകുട്ടന്മാരുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഇവന്മാരാ. നല്ല പൊളപ്പനായിട്ട് റെഡിയാക്കി എടുക്കണം. ഞണ്ടിന്റെ പരിപാടി എളുപ്പമാണ് മക്കളെ. അപ്പൊ നമുക്ക് ഇവനങ്ങാടി ശരിക്കൊന്ന് വെള്ളം കാണിച്ച് കഴുകിയെടുക്കണം. കഴുകിയെടുക്കണം മക്കളെ, എന്നിട്ടാണ് ഇവന്റെ പരിപാടി തുടങ്ങാൻ പാടുള്ളൂ. അതായത് ഞണ്ട് ശരിക്കും ആദ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. പക്ഷെ എല്ലാം ആണി ഞണ്ടാണ്. ഇത് കണ്ട, ഇതേ കാണിച്ചു തരാം കേട്ടോ കോൾവിഞ്ഞിട്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വര കണ്ട, ഇതാണ് ആണിഞ്ഞണ്ട് പെണ്ണിഞ്ഞണ്ട് മനസ്സിലാക്കണത്. ഇവന്റെ ഇവിടെ നല്ല റൗണ്ടിലുണ്ടെങ്കിൽ അത് പെൺഞണ്ട്, ഇങ്ങനെ നീട്ടത്തിലാണെങ്കിൽ ആൺഞണ്ട്. പെൺഞണ്ടാണ് ടേസ്റ്റ്, അതിനകത്ത് പൊന്നൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളി മഞ്ഞ കളറില്. അതാണ് ടേസ്റ്റ് മക്കളെ. ഇവൻ വലിയ ടേസ്റ്റ് ഉണ്ടാവൂല. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളെ, നല്ല പൊളപ്പനായിട്ട്. ഇതിനകത്ത് 1 മാത്രം ഉണ്ടായുള്ളൂ മക്കളെ, പെൺഞണ്ട്. ബാക്കിയൊക്കെ ആൺഞണ്ട് കേട്ടാ. അപ്പൊ 1 മാത്രം പൊന്നുണ്ടായുള്ളു. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ, വേറെ ലെവലായിരിക്കുള്ളൂ. അപ്പൊ നമ്മ സെറ്റ് ചെയ്യാൻ പോണ കേട്ടാ നല്ല അടിപൊളി ഞണ്ട് കറി. അങ്ങോട്ട് സെറ്റ് ചെയ്ത് എടുത്തേക്കല്ലേ മക്കളെ. എന്റെ മക്കളെല്ലാവരും ഇല്ലാതെ ഇന്ന് ഞണ്ട് കറി നല്ല പൊളപ്പൻ ഞണ്ടാണ്. ആദ്യം തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മക്കളെ. വെളിച്ചെണ്ണ നല്ല ചൂടായി സെറ്റ് ആയിരുന്നു മക്കളെ. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം മക്കളെ. നല്ല പോലെ വഴറ്റി കൊടുക്കാം. അപ്പൊ ഇത് സംഭവം കോൾബിഞ്ചായിട്ട് വെക്കണ ഈ ചാറ് പരുവത്തിലല്ല കേട്ടോ മക്കളെ, നല്ല ഗ്രേവി ആയിട്ടാണ് വെക്കണത്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മക്കളെ. മഞ്ഞപ്പൊടി, മുളക് പൊടി 1 കട്ടാൻ ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി അധികം വേണ്ട മക്കളെ, ശകലം ഗരം മസാല. പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മക്കളെ. ഇനി നമുക്ക് നമ്മുടെ ഞണ്ടങ്ങാടി ഇട്ട് കൊടുക്കാം മക്കളെ. ആഹാ തെറ്റി. നല്ല കിടിലൻ കിടുക്കാച്ചി കിടുക്കോട്ടായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം മക്കളെ. ശരിക്കണ്ടല്ലോ, ആ അരപ്പായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കാം. സിമ്പിൾ കറിയാണ് കേട്ടോ. എൻ്റെ മക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സിമ്പിളാണെന്ന് പറഞ്ഞാൽ വെരി 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 സിമ്പിള്. അധികം മസാല കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് മക്കളെ ഞണ്ടിൻ്റെയൊക്കെ ടേസ്റ്റ്. ആഹാ ഇപ്പൊ തന്നെ വായിൽ വേണം ഞങ്ങൾ കാണുമ്പോ. ഈ ഞണ്ടൊക്കെ ഉണ്ടല്ലോ മക്കളെ, ഉപ്പ് വേവിച്ച് കഴിക്കണം. അതൊരു വെറൈറ്റിയാണ് ഉപ്പ് വേവിച്ച് കഴിക്കണത്. നോക്കാം, ഒരു പ്രാവശ്യം കുഴപ്പമില്ല ഉപ്പ് വേവിച്ച് കാണിച്ചു തരാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മക്കളെ. ഈ വെള്ളം അങ്ങോട്ട് വറ്റി റെഡി ആയി വരുമ്പോ മക്കളെ നമ്മുടെ ഞണ്ട് കൂട്ടാൻ കിടു അമ്മാതിരി സാധനമായിരിക്കും. ഇതേണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് മക്കളെ. നല്ല വേറെ ലെവൽ സാധനമായിട്ടുണ്ട് കേട്ടാ. ശരിക്കും 1/2 മണിക്കൂർ വേവിച്ചിട്ടുണ്ട്. അപ്പൊ കോൾവിഞ്ഞേട്ടനെ അടിക്കാൻ പോണേട്ടാ. കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ആദ്യം തന്നെ നമുക്ക് അവന്റെ കാലങ്ങൾ എടുക്കാം. കാലല്ല കേട്ടാ മക്കളെ, കൈ. ഞണ്ടിന്റെ കൈയാണിത്. സോറി പറഞ്ഞപ്പോ തെറ്റിപ്പോയി. ആരും കാലെന്ന് പറഞ്ഞേക്കളെ എടുത്ത ഞണ്ടിന്റെ കാലുകൾ ആ ചെറിയ സാധനമാണ്. ഇത് ഞണ്ടിന്റെ കൈയാണ് മക്കളെ. ഇതേണ്ടാ നല്ല ഇറച്ചി. എന്നിട്ട് ചാറും ചോറും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ടുണ്ടല്ലോ.
എൻ്റെ മക്കളെ അവൻ്റെ നടുഭാഗം